10 പേരെ നിയമിച്ചതെന്നുള്ള കണക്കാണ് സർക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികക്കാരെ വ്യാപകമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് വിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് നിയമനം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ LDF ഗവൺമെൻറ്റിൻ്റെ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സംസ്ഥാനത്ത് ഇടത് സർക്കാർ വികസനത്തിൻ്റെ പെരുമഴ നടത്തി എന്നുള്ള വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി PSC നിയമനങ്ങൾ, അതായത് ലക്ഷക്കണക്കിന് PSC നിയമനങ്ങൾ ഈ 9 വർഷത്തിനിടയിൽ നടത്തി എന്നുള്ള പരസ്യ പ്രചരണം നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ലക്ഷത്തിലധികം PSC നിയമനങ്ങൾ നടത്തി എന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാരവാഹിയായ ശ്രീ EV പ്രകാശ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലുള്ള പ്രചാരണമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സമ്മേളനത്തിലും വലിയ തോതിൽ നിയമനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷത്തെ നിയമനത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് നിയമനം നടന്ന വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം സംസ്ഥാന സർക്കാർ പറയുന്നു 9.5 വർഷം കൊണ്ട് 3,02,002 നിയമനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അത് നിയമനങ്ങളല്ല, അത് നിയമന ശുപാർശയുടെ കണക്കാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമന ശുപാർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് മെമ്മോ ഒരു ഉദ്യോഗാർത്ഥി തന്നെ പല ലിസ്റ്റിലും ഉൾപ്പെടും. അപ്പം ഒരു 5 ലിസ്റ്റിൽ അല്ലെ 10 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമന ശുപാർശ എന്ന് പറയുന്നത് 10 നിയമന ശുപാർശ ലഭിക്കും. പക്ഷേ നമുക്കറിയാം ഒരു ജോലിക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള 9 നോട്ട് ജോയിനിങ് ഡ്യൂട്ടിയാണ്, NJD ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ജോലി ആണ് ലഭിക്കുന്നത്. പക്ഷേ 10 അഡ്വൈസ് മെമ്മോ അയച്ചതിൻ്റെ പേരിൽ 10 പേരെ നിയമിച്ചതെന്നുള്ള കണക്കാണ് സർക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വൈസ് മെമ്മോ ലഭിച്ചവർക്ക് പലർക്കും ജോലി ലഭിക്കാറില്ല. ഇപ്പോൾ 2017 KSRTCയിൽ റിസർവ് കണ്ടക്ടർ, റിസർവ് ഡ്രൈവർ ലിസ്റ്റിലുള്ള 3000 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുക്കും. അഡ്വൈസ് മെമ്മോ ലഭിച്ച് 3 മാസത്തിനുള്ളിൽ നിയമനം കൊടുക്കണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ 2026 ആയിട്ടും ഈ അഡ്വൈസ് മെമ്മോ ലഭിച്ച റിസർവ് കണ്ടക്ടർ, റിസർവ് ഡ്രൈവർ ലിസ്റ്റിൽപ്പെട്ടവർക്ക് ജോലി ലഭിച്ചിട്ടില്ല. അവർ ഹൈക്കോടതിയിൽ പോയി കേസ് നിലനിൽക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഇപ്പം നമ്മൾ കണ്ടു LP സ്കൂൾ ടീച്ചർമാരിൽ 1ാം റാങ്ക് ഉള്ളവർക്കും പോലും നിയമനം കൊടുത്തിട്ടില്ല. ഡിവിഷൻ ഫോളാണെന്ന് പറഞ്ഞ്, ഒഴിവില്ല എന്ന് പറഞ്ഞ് അഡ്വൈസ് ലഭിച്ചവർക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണക്കെന്ന് പറയുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന, നിയമനം വളരെ കുറവ് നടത്തുകയും PR വർക്കിലൂടെ നിയമനം വലിയ തോതിൽ നടത്തിയെന്നുള്ളൊരു പ്രചാരണം നടത്തി പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു എലക്ഷൻ സ്റ്റണ്ടാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ അത് യുവജനങ്ങളുടെ മുമ്പിൽ, ബഹുജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് നമ്മൾ മാത്രമാണ്. അതേസമയം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള അതും നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. എനിക്ക് ഇന്ന് വന്നൊരു മെസ്സേജ്, അതായത് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള, അതായത് താൽക്കാലികമായി നിയമിച്ച ആൾക്കാരെ ഉൾപ്പെടെ ഈ സ്പോർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിക്കാനുള്ള ശ്രമം നടക്കും. അതെ, താൽക്കാലികക്കാരെ വ്യാപകമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം കരാർ താൽക്കാലിക നിയമനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അത് നടത്താൻ വേണ്ടിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഇപ്പം നമുക്കറിയാം തുടർച്ചയില്ലാത്ത ജോലികൾ, നൈരന്തര്യമില്ലാത്ത ജോലികൾ, വളരെ താൽക്കാലിക സ്വഭാവത്തിലുള്ള ജോലികൾക്ക് വേണ്ടി 6 മാസത്തേക്കൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആളുകളെ നിയമിക്കുന്ന ഒരു സമ്പ്രദായം കാലങ്ങളായിട്ട് നിലവിലുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാർ, ഭരണക്കാർ അവരുടെ ഇഷ്ടക്കാരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും തിരികെ കയറ്റുകയും പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നേഴ്സിംഗ് കൗൺസിലിൽ 25 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. KMML, ഓയിൽ പാം
അതുപോലെ തന്നെ ഇപ്പം ബിവറേജസ് കോർപ്പറേഷൻ വ്യാപകമായിട്ട് ഈ താൽക്കാലികക്കാരെ പിൻവാതിൽ നിയമനം നടത്തിയവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട PSC പരീക്ഷ എഴുതി വർഷങ്ങൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളെ വഞ്ചിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന, ഈ പിൻവാതിൽ നിയമനം നടത്തിയവരെ സ്ഥിരപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഈ ഏർപ്പാട് അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ലക്ഷക്കണക്കിന് പേരെ നിയമിച്ചു എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര പേരെ നിയമിച്ചു എന്നുള്ളൊരു കണക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത്, ഇപ്പം വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റൈറ്റാണ് വിവരാവകാശം എന്ന് പറയുന്നത്. പക്ഷേ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PSCയിൽ നിന്നോ സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നിന്നോ കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭിക്കാറില്ല. ഇപ്പോൾ ഇവർ 3,02,002 പേരെ നിയമിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആസൂത്രണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 2,54,000 പേരുടെ ഒരു കണക്കാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പലതരത്തിലുള്ള കണക്കുകളാണ് നിയമനവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ നിയമനത്തിൻ്റെ കണക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന 3,02,002 എന്ന് പറയുന്ന നിയമനത്തിൻ്റെ കണക്ക് പച്ചക്കള്ളമാണ്. അതിൻ്റെ പകുതി നിയമനങ്ങൾ മാത്രമേ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് നടന്നിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷന് മുന്നോടിയായിട്ട് യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഞങ്ങളുടെ വളരെ കറക്റ്റായിട്ടുള്ളൊരു നിഗമനം എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റവും കുറവ് നിയമനമാണ് നടന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റാണ് ഉദ്യോഗാർത്ഥികളെ വലിയ തോതിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്. നമുക്കറിയാം, വുമൺ CPO റാങ്ക് ഹോൾഡേഴ്സ് 19 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും ഒക്കെയുള്ള സമരം നടത്തിയത് കണ്ടതാണ്. അവരെ ഒരാളെപ്പോലും നിയമിച്ചില്ല. അവർ കരഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് വിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് നിയമനം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ LDF ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ കാലഘട്ടം. പക്ഷേ അവരുടെ PR വർക്കിലൂടെ വലിയ തോതിൽ നിയമനം നടത്തി എന്ന ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ കണക്കായതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു മൂഢവിശ്വാസത്തിലാണ് ഗവൺമെൻറ്റും CPM-ഉം DYFI പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് യുവജനങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമരം നടന്നത് എനിക്ക് തോന്നുന്നു PSC ഉദ്യോഗാർത്ഥികളുടേതായിരിക്കും. അതെ, നിശ്ചയമായിട്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ ഏകദേശം 110 ദിവസം സമരം നടത്തി. അതിനടുത്ത ദിവസം അവർ 95 ദിവസം സമരം നടത്തി. അവരെ ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. LGSകാർ, LDCക്കാർ, ഫോറസ്റ്റ് വാച്ചർമാർ, ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗാർത്ഥികൾ ഒക്കെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം നടത്തുകയും ഒരാളെപ്പോലും നിയമിക്കാതെ അവർ കണ്ണീരോടുകൂടി മടങ്ങുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. എത്ര വലിയ PR വർക്ക് നടത്തിയാലും സത്യം ഉറപ്പായിട്ടും ജനങ്ങളുടെ കൺമുന്നിലുണ്ട്. ഗവൺമെൻറ് തുറന്ന് കാട്ടപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഇക്കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉൾപ്പെടെ കാണുന്നതാണ് വാട്ടർ അതോറിറ്റി, അതുകൂടാതെ PSC റാങ്ക് പട്ടികയിൽ വന്ന CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങളെല്ലാം തന്നെ. അവരിൽ ചിലരെങ്കിലും ഇപ്പോൾ കൂലിപ്പണിയെടുത്തും ഓട്ടോ ഓടിച്ചുമെല്ലാം തന്നെ ഇത്തരത്തിൽ അവരുടെ ജീവിതം നയിക്കുകയാണ്. അതുകൂടാതെ ചിലർ വിദേശത്തേക്ക് ഉൾപ്പെടെ പോയിരിക്കുന്നു. ഇവർക്കൊന്നും തന്നെ സർക്കാർ ജോലി അല്ലെങ്കിൽ PSC വഴി ജോലി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 3,02,202 പേർക്ക് PSC നിയമനം നൽകി എന്നുള്ള കള്ളവാദം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.